നമ്മളെല്ലാവർക്കും 5 ഇന്ദ്രിയങ്ങളുണ്ടെന്നറിയാം. കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം. എന്നാൽ ഇതിനെല്ലാം അപ്പുറം മറ്റൊരു തരം അറിവ് അല്ലെങ്കിൽ അനുഭവം നമുക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് സിക്സ്ത് സെൻസ് അഥവാ 6ാം ഇന്ദ്രിയം. എന്താണ് സിക്സ്ത് സെൻസ്? സിക്സ്ത് സെൻസ് എന്നത് സാധാരണ ഇന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള ഒരു തരം അവബോധമാണ്. ചിലപ്പോൾ അതിനെ അതീന്ദ്രിയ ജ്ഞാനമെന്നും പറയാറുണ്ട്. ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് അത് മുൻകൂട്ടി അറിയാൻ കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ തന്നെ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെയുള്ള അനുഭവങ്ങളാണിത്. അനുമാനം: ഒരു കാര്യത്തെക്കുറിച്ച് യുക്തിസഹജമായ തെളിവുകളില്ലാതെ തന്നെ ഒരു തോന്നലുണ്ടാകുക. ടെലിപതി: വാക്കുകളോ ആംഗ്യങ്ങളോ ഇല്ലാതെ ഒരാളുടെ മനസ്സിലുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ക്ലെയർവോയൻസ്: ദൂരെയുള്ളതോ മറിഞ്ഞിരിക്കുന്നതോ ആയ സംഭവങ്ങളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ അറിയാൻ കഴിയുക. പ്രിമോണീഷൻ: ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി ഒരു സൂചന ലഭിക്കുക. സിക്സ്ത് സെൻസ് ഒരു മിഥ്യാബോധമാണോ? സിക്സ്ത് സെൻസിനെ കുറിച്ച് പലപ്പോഴും സംശയങ്ങളും തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ശാസ്ത്രീയമായി ഇതിനെ പൂർണ്ണമായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പലരും തങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ചില പഠനങ്ങൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പൊതുവായ അംഗീകാരം ഇതിന് ലഭിച്ചിട്ടില്ല. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം, ഉപബോധ മനസ്സിലെ ചിന്തകൾ, സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ എന്നിവയെല്ലാം സിക്സ്ത് സെൻസിൻ്റെ അനുഭവത്തിൽ പിന്നി പ്രവർത്തിച്ചേക്കാമെന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു. ഉദാഹരണത്തിന്, ഒരാളുടെ ശരീരഭാഷയിലെ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ അറിയാതെ തന്നെ തലച്ചോറ് തിരിച്ചറിയുകയും അതൊരു തോന്നലായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. നിങ്ങൾക്ക് സിക്സ്ത് സെൻസ് ഉണ്ടോ? സിക്സ്ത് സെൻസ് എല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ ചിലർക്കിത് കൂടുതൽ തീവ്രമായി അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നുവെന്ന് പെട്ടെന്നൊരു തോന്നലുണ്ടായ ശേഷം അത് സത്യമായിട്ടുണ്ടോ? ഫോൺ എടുക്കുന്നതിന് മുമ്പ് ആരാണ് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാളെക്കുറിച്ച് ആദ്യമായി കാണുമ്പോൾ തന്നെ എന്തെങ്കിലും നെഗറ്റീവ്, പോസിറ്റീവ് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരം അനുഭവങ്ങൾ സിക്സ്ത് സെൻസിൻ്റെ ഭാഗമായിരിക്കാം. സിക്സ്ത് സെൻസ് എങ്ങനെ വളർത്താം? സിക്സ്ത് സെൻസ് എന്ന് പറയുന്നത് ഒരുതരം കഴിവായിട്ടോ അവബോധമായിട്ടോ കണക്കാക്കാം. ഇത് വളർത്തിയെടുക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധയും ബോധവും വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെയും ആളുകളെയും കൂടുതൽ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഉപബോധ മനസ്സിനെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില തോന്നലുകളെയും ചിന്തകളെയും അവഗണിക്കരുത്. ധ്യാനം മനസ്സിനെ ശാന്തമാക്കാനും ആന്തരിക അവബോധം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇൻഡ്യൂഷൻ പരിശീലിക്കുക. ചെറിയ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ തോന്നലുകളെ വിശ്വസിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അത് ശരിയാണോ എന്ന് പിന്നീട് വിലയിരുത്തുക. സിക്സ്ത് സെൻസ് ഒരു രസകരമായ വിഷയമാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സിക്സ്ത് സെൻസ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.